എൻ്റെ പേര് ഹരിനന്ദ് കെ ബി. ഞാൻ JHS പുല്ലൂർ ഏരിയ സ്കൂളിലെ 8ാം തരം വിദ്യാർത്ഥിയാണ്. ഇന്നലെ തൊട്ട് ടീച്ചർ 15-ാം തീയതി നമ്മളോട് പറഞ്ഞു അനാഥാശ്രമത്തിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ടെന്ന്. അപ്പോൾ തൊട്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിന്. പിന്നെ അത് മലയാളം കാരണം മാറ്റി വെച്ചുകൊണ്ട് ഒരു വിഷമമുണ്ടായി. പിന്നെ 29-ാം തീയതിയിലേക്ക് അത് മാറ്റി വെച്ചിട്ടാകുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഇന്നലെ രാത്രി എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഉറങ്ങാനൊന്നും കഴിഞ്ഞില്ല. രാവിലെ നേരത്തെ എണീച്ച് സ്കൂളിൽ പോയിട്ടാകുമ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. എന്നിട്ട് ബസ്സിൽ കൂട്ടുകാരൊപ്പം ആനന്ദാശ്രമത്തിലെത്തി. ഞാൻ ഒരുപാട് തവണ അവിടെ വിസിറ്റ് ചെയ്തിന്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഫുൾ ഭാഗം വിസിറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ പ്രകൃതി രമണീയമായ കാഴ്ചയെല്ലാം കണ്ടിട്ടാകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായി. പ്രകൃതിയിൽ പിന്നെ ഉണ്ടാവുന്ന കുറേ തരം ഔഷധ ചെടികളും മുള, അങ്ങനെ മഞ്ഞൾ തുടങ്ങിയ ചെടികളെല്ലാം കണ്ടിട്ടാകുമ്പോൾ ഒരു സന്തോഷം തന്നെ ഉണ്ടായി. പിന്നെ കുറേ പശുക്കളും അതിനെല്ലാം കണ്ടിട്ടാകുമ്പോൾ കുറേ മൃഗങ്ങളെല്ലാം കണ്ടിട്ടാകുമ്പോൾ വളരെ സന്തോഷമുണ്ടായി. പിന്നെ ഒരു മാഷ് നമുക്ക് ഒരു നല്ല കഥയെല്ലാം പറഞ്ഞ് ഒരു ക്ലാസ് എടുത്തു തന്നു. ഒരു കഥ പിന്നെ എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അതായത് വഴിയോര കാഴ്ചകൾ എന്നാ കഥയുടെ പേര്. ആ കഥയിൽ ഒരച്ഛനും അവരെ 25 വയസ്സുള്ള മോനും കൂടിയിട്ടുള്ള ട്രെയിൻ യാത്രയിൽ ആ മോൻ ഇപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന കാഴ്ചയെല്ലാം അതിശയമായിട്ട് കാണുമ്പോൾ മറ്റുള്ളവർക്ക് അവരെ കുറിച്ച് തോന്നുന്ന ചില കാര്യങ്ങൾ അവർക്ക് വട്ടാണോ അതോ അവർക്ക് ബുദ്ധിയില്ലാന്ന് തോന്നിയിട്ട് അവരോട് ചോദിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ പറയുന്നത്, അച്ഛൻ ഇങ്ങനെ പറയുന്നത്, അതായത് ആ കുട്ടി പിന്നെ ചെറുപ്പത്തിലെ കണ്ണിൻ്റെ കാഴ്ചയൊന്നും ഉണ്ടായിട്ടാ ഇപ്പോൾ ശസ്ത്രക്രിയയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അത്ര ശരിക്കും അവൻ ജീവനിലെത്തിയത്. അപ്പോൾ ആ കഥയുടെ ഫീഡ്ബാക്കെല്ലാം ഇങ്ങനെ പറയാൻ വേണ്ടി മാഷ് പറഞ്ഞിരുന്നു. അതെല്ലാം പറഞ്ഞ് ക്ലാസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് എടുത്ത ഭക്ഷണം കഴിച്ച് കൂട്ടുകാരോട് തന്നെ ഭക്ഷണം കഴിച്ചു. പിന്നെ ദിവസം നല്ല ട്രിപ്പ് തന്നെ, എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു. അനാഥാശ്രമത്തിൽ കുറേ തവണ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുട്ടികളെയും കൊണ്ട് ആദ്യമായിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു നല്ല അനുഭവം ആയിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുട്ടികൾക്ക് രാവിലെ തന്നെ ഒരു പ്രകൃതി നടത്തായിരുന്നു. നമ്മുടെ സ്കൂളുകളിൽ ഇപ്പം ഒരുപാട് പ്രോഗ്രാം ഉണ്ട്. പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് പ്രോഗ്രാം, പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നൊക്കെ പേര് കൊടുത്തുകൊണ്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. കാരണം നമ്മുടെ കുട്ടികൾ പണ്ടത്തെ പോലെയല്ല. പണ്ട് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ട് ഇണങ്ങിയുള്ള ഒരു ജീവിതമായിരുന്നു. പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി. കുട്ടികൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പല ചെടികൾ അവർക്കറിയില്ല, അതുപോലെ കൃഷിയെക്കുറിച്ച് അവർക്കറിയുന്നില്ല. ഇതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് അറിയുന്നില്ല. ഇപ്പോൾ രാവിലത്തെ ആ ഒരു പ്രകൃതി നടത്തുന്നുള്ളത് അത് കുട്ടികൾക്കൊരു വേറിട്ട അനുഭവമായിരുന്നു. കുട്ടികൾ നടത്തത്തിനിടയിൽ പല ചെടികളും അവർ കണ്ടിട്ടില്ല. അവർ ആദ്യമായാണ് ഇങ്ങനെയുള്ള ചെടികളൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഗോശാല കുട്ടികൾക്ക് വളരെ കൗതുകമായിരുന്നു. ഗോശാല അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ വീടുകളിൽ പശുക്കളുണ്ടായിരുന്നു, തൊഴുത്തുണ്ടായിരുന്നു. കുട്ടികൾ ഇത്രയും പശുക്കളെ അവർ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. വളരെ കൗതുകത്തോടു കൂടി തന്നെയാണ് കുട്ടികളത് നോക്കിക്കണ്ടത്. പിന്നെ ഇവിടുത്തെ ശ്രീധൻ സാർ നൽകിയ ഒരു നല്ലൊരു ക്ലാസ്, ജീവിതശൈലിയെക്കുറിച്ച് ഉള്ള ഒരു ക്ലാസ് വളരെ നല്ലതായിരുന്നു. പ്രത്യേകിച്ചും സാറിൻ്റെ ആ ഒരു ക്ലാസ് കൈകാര്യം ചെയ്ത രീതി എന്ന് പറയുന്നത് ഒരു ലെക്ചർ മെത്തേഡ് അല്ലാതെ കുട്ടികളുമായി സംവദിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ക്ലാസ് കൈകാര്യം ചെയ്തത്. കുട്ടികൾ സ്വയം എങ്ങനെയാണ് ജീവിത മൂല്യങ്ങൾ നേടിയെടുക്കേണ്ടത് എന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടുകയും സംവദിക്കുന്നതിൽ അവർക്ക് ബോധ്യപ്പെടുകയുണ്ടായി. അവർ തന്നെയാണ് മൂല്യങ്ങളെക്കുറിച്ച് അവരിൽ നിന്ന് സാറ് സത്യം പറഞ്ഞാൽ ചൂന്നെടുക്കുകയായിരുന്നു, എന്താണ് ജീവിത മൂല്യങ്ങൾ എന്നുള്ളത്. എന്തുകൊണ്ടും ഇവിടെ ആനന്ദാശ്രമം സന്ദർശിച്ചത് ഞങ്ങളുടെ കുട്ടികൾക്ക് വളരെയേറെ ഗുണപ്രദം തന്നെയായിരുന്നു. നമസ്തേ, എൻ്റെ പേര് ശിവാനി. ഞാൻ JHS പുല്ലൂർ ഏരിയയിൽ 8ാം തരം വിദ്യാർത്ഥിയാണ്. ഞങ്ങൾ ഇന്ന് സന്ദർശിച്ചത് ആനന്ദാശ്രമത്തിലാണ്. ഇന്നലെ ഉറങ്ങുമ്പോൾ തന്നെ ഭയങ്കര ത്രില്ലിലായിരുന്നു കിടന്നിട്ടുണ്ടായത്. ഇന്ന് പെട്ടെന്ന് സ്കൂളിൽ വന്നു. സ്കൂൾ ബസ് ഇവിടെ എത്തി. എല്ലാവരോടും സംസാരിച്ചു. നല്ല സന്തോഷമുണ്ടായി. ഇവിടുത്തെ ഔഷധ ചെടികളും വയലുകളൊക്കെ സന്ദർശിച്ചു. ഒരു മാഷിന് ക്ലാസ് എടുത്തു.
നല്ല ക്ലാസ് ആയിരുന്നു. കുട്ടികളോടൊക്കെ നല്ല ഭംഗിയാണ് പെരുമാറിയത്. പഠനത്തിനെ കുറിച്ചുള്ള കുറേ ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നു. നമ്മളുടെ ഭാവി എങ്ങാണ് വേണ്ടതെന്നല്ല പറഞ്ഞു തന്നു. കുട്ടികളോട് നല്ല അടുപ്പത്തിലായിരുന്നു പെരുമാറിയത്. അർച്ചിത കെ. ഞാൻ GHS പുല്ലൂർ ഏരിയ സ്കൂളിലത്തെ ഒരു വിദ്യാർത്ഥിയാണ്. ഇന്ന് ആനന്ദാശ്രമത്തിൽ വെച്ചൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തു. ക്യാമ്പിൽ ഒരു മാഷ് നമുക്ക് ക്ലാസ് എടുത്തു തന്നു. നമ്മൾ വലുതായിട്ടാകുമ്പോൾ എന്താവണം അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യം പറഞ്ഞു തന്നു. ക്യാമ്പിൽ ഒരു സ്റ്റോറി വായിച്ചിട്ട് അതിൻ്റെ ഉള്ളടക്കം പറയാനുണ്ടായിരുന്നു. ആ സ്റ്റോറി ഇതാണ്. ഒരു അമ്മയും കുട്ടിയും തമ്മിലുള്ളൊരു സ്നേഹബന്ധമാണ്. വിവാഹ വാർഷികത്തിന് അമ്മ നല്ല പാത്രങ്ങളിൽ കറിയില വിളമ്പി വെച്ചു. അപ്പോൾ കുട്ടി വന്നിട്ട് അമ്മേനെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് പാത്രം എടുത്തിട്ട് മാറ്റി വെക്കുന്ന സമയത്ത് കുട്ടീൻ്റെ കയ്യിൽ നിന്ന് പാത്രം താഴെ വിടും. എന്നിട്ട് അമ്മേനെ പേടിച്ചിട്ട് കുട്ടി വേഗം പാത്രം എടുത്തു വെക്കുന്ന സമയത്ത് അമ്മ വന്നിട്ട് പറഞ്ഞു, ഈ പുതിയ പാത്രങ്ങളെക്കാൾ എനിക്ക് വലുത് നീയാണെന്ന് പറഞ്ഞു. എൻ്റെ പേര് മുഹമ്മദ് ആബിദ്. ഞാൻ പഠിക്കുന്നത് 8ാം ക്ലാസ്സിലാണ്. എൻ്റെ സ്കൂൾ GHS പുല്ലൂർ ഏരിയയിലാണ് ഞാൻ പഠിക്കുന്നത്. ഇന്നത്തെ ദിവസം എനിക്ക് സമ്മാനിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. ഇവിടെയുള്ള എല്ലാ കാഴ്ചകളും എന്നെ വളരെയധികം വിസ്മയപ്പെടുത്തുകയും മനം കുളിർക്കുകയും ചെയ്തു. കുറേയധികം മരങ്ങളും കിളികളുടെ ശബ്ദങ്ങളും എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചു. പിന്നീട് ഒരു സാർ വന്നിട്ട് കുറച്ച് ക്ലാസ് എടുത്തു. അതിൽ ഒരു കഥ ഞാൻ വായിച്ചു. ആ കഥയുടെ പേരാണ് എക്സ്ചേഞ്ച് ഓഫർ. എക്സ്ചേഞ്ച് ഓഫറിൽ പറയുന്നത് സഞ്ജുവും രാജുവും കൂട്ടുകാരായിരുന്നു. അവർ സഞ്ജുവിൻ്റെ കയ്യിൽ കുറേ കോട്ടികളും രാജുവിൻ്റെ കയ്യിൽ കുറേ മിഠായികളും ഉണ്ടായിരുന്നു. അപ്പോൾ സഞ്ജുവിന് ഒരു ആഗ്രഹം മിഠായി തിന്നാൻ. അപ്പോൾ അവർ തമ്മിൽ ഒരു എക്സ്ചേഞ്ച് ഓഫർ നടത്തുകയുണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഗോട്ടി മാറ്റി അവന് മിഠായി മാറ്റി രാജുവിന് ഗോട്ടിയും നൽകണമെന്നാണ്. അപ്പോൾ സഞ്ജു തൻ്റെ കയ്യിലുള്ള നല്ല നല്ല ഗോട്ടികൾ എടുത്തു വെച്ച് ബാക്കി മോശമായ എല്ലാം അവന് കൊടുത്തു. അപ്പോൾ അവന് രാത്രി ഉറങ്ങാൻ തീരെ കഴിയുന്നില്ല. കാരണം അവൻ എന്നെപ്പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ എന്ന കാര്യം ഓർത്തിട്ട്.